സംരംഭക സഹായ പദ്ധതിക്ക് അപേക്ഷിക്കാവുന്ന ഘട്ടങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, പ്രാരംഭ സഹായം. ഏതെങ്കിലും ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് മൂലധന വായ്പ എടുത്തിട്ടുള്ള യൂണിറ്റുകൾക്ക് അർഹമായ സബ്സിഡിയുടെ ഒരു ഭാഗം ഉൽപ്പാദനം ആരംഭിക്കുന്നതിന് മുൻപായി ലഭിക്കണം എന്നുണ്ടെങ്കിൽ പ്രാരംഭ സഹായത്തിന് അപേക്ഷിക്കാം. മൂലധന വായ്പ ലഭ്യമാകുന്ന മുറയ്ക്ക് അർഹമായ സബ്സിഡിയുടെ 50%, അതായത് പരമാവധി 3 ലക്ഷം രൂപയാണ് പ്രാരംഭ സഹായമായി ലഭിക്കുക. ശേഷിക്കുന്ന സബ്സിഡിക്ക് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ച ശേഷം അപേക്ഷ നൽകാം. പ്രാരംഭ സഹായം ആവശ്യമില്ലാത്ത യൂണിറ്റുകൾക്ക് പ്രവർത്തനം ആരംഭിച്ച ശേഷം മുഴുവൻ സബ്സിഡിക്കും അപേക്ഷ നൽകാം. 2, നിക്ഷേപ സഹായം. യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ച ശേഷമാണ് നിക്ഷേപ സഹായം നൽകുന്നത്. നിക്ഷേപ സഹായത്തിന് അപേക്ഷിക്കാൻ ഏതെങ്കിലും ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും വായ്പ എടുത്തിരിക്കണമെന്ന് നിർബന്ധമില്ല. പ്രവർത്തനം ആരംഭിച്ച് 1 വർഷത്തിനകം നിക്ഷേപ സഹായത്തിന് അപേക്ഷിച്ചിരിക്കണം. വിപുലീകരണം, വൈവിധ്യവൽക്കരണം, ആധുനികീകരണം എന്നിവ നടത്തുന്ന യൂണിറ്റുകൾക്കും അപ്രകാരം അധികമായി നടത്തിയ മൂലധന നിക്ഷേപത്തിന് സഹായം ലഭിക്കുന്നതാണ്. ഇനി മൂന്നാമത്തേത് സാങ്കേതിക വിദ്യാസഹായമാണ്. അംഗീകൃത ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നും നവീന സാങ്കേതിക വിദ്യ സ്വായത്തമാക്കി ഉൽപ്പാദനം നടത്തുന്ന യൂണിറ്റുകൾക്ക് സാങ്കേതിക വിദ്യാസഹായം ലഭിക്കും. സാങ്കേതിക വിദ്യ സ്വായത്തമാക്കി 6 മാസത്തിനകം അപേക്ഷിച്ചിരിക്കണം. സാങ്കേതിക വിദ്യയ്ക്കും അനുബന്ധമായി സ്ഥാപിക്കുന്ന യന്ത്ര സാമഗ്രികൾക്കും സഹായം ലഭിക്കും. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.